ആത്മാക്കളാണ് നമ്മൾ. ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, അവന്റെ കണ്ണീരിന്റെ, അവന്റെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കലേക്ക്, പ്രിയപ്പെട്ടവരെ, അവർക്ക് നീ കൊടുക്കണേ, അവർക്ക് നീ സഹായിക്കണേ, അള്ളാഹുവെ അവരെ നീ അനുഗ്രഹിക്കണേ എന്ന ഒരു പ്രാർത്ഥന ഈ ഭൂമിയുടെ മൂലക്ക് നിന്ന് എവിടെ നിന്നെങ്കിലും നമ്മൾ കൈപിടിച്ച് പൊരിവെയിലത്ത് വഴിയറിയാതെ കണ്ണിൽ ഇരുട്ട് കയറി വഴിയോരത്ത് തളർന്നിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു ഉമ്മയെ, ഒരു ഉപ്പയെ കൈപിടിച്ച് ആ ടെന്റിന്റെ തണുപ്പിലേക്ക് പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പടച്ച റബ്ബേ ഇവർക്ക് നീ കൊടുക്കണേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മതിയാവും ഈ ദുനിയാവിലെ സകലമായ സ്വത്തും നമ്മുടേതാവുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ. പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രയാസത്തെ ഈ ലോകത്ത് ആരെങ്കിലും ആ പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുത്താൽ, ഒരു മനുഷ്യൻ പ്രയാസത്തിലാണ്, അവൻ ബുദ്ധിമുട്ടിലാണ്, അവന്റെ ബുദ്ധിമുട്ടിനെ ആരെങ്കിലും ദൂരീകരിച്ചു കൊടുത്താൽ, ആ പ്രയാസത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചു കൊടുത്താൽ, നാളെ പരലോകത്ത് അതിലും വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ മോചിപ്പിക്കുന്ന, ദുനിയാവിലെ പ്രയാസങ്ങളിൽ സഹായിക്കാൻ ഒരുപാട് ആളുണ്ടാവും, എന്നാൽ സഹായിക്കാൻ ആരുമില്ലാത്ത മാലിക് യൗമിദ്ദീൻ പടച്ച റബ്ബിന്റെ പരിപൂർണമായ അധികാരമുള്ള ആ പരലോകത്ത് നമ്മൾ അകപ്പെടുന്ന ഒരു പ്രയാസത്തിൽ, നരകത്തിന്റെ പടുകുഴിയിലേക്ക് ഒരുപക്ഷെ വലിച്ചെറിയാൻ മാത്രം കാരണമാകുന്ന ഒരു പാപത്തിന്റെ കുടുക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കാരണമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ ലോകത്ത് മനുഷ്യന്റെ ഒരു പ്രയാസത്തെ ദൂരീകരിക്കാൻ അവൻ ശ്രമിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട എന്റെ KMCC-യുടെ പ്രവർത്തകരെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ അതിഥികളെ സഹായിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാ. നമ്മുടെ നാട്ടിൽ MLA-യുടെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിൽ, ആ വീടിന്റെ പന്തലിൽ ദൈനികാളുകളിൽ വീട്ടിലൊക്കെ സേവനം ചെയ്യാൻ പ്രവർത്തകർക്ക് ഒരു താല്പര്യമല്ലേ? നമ്മുടെ നേതാവിന്റെ വീട്ടിലെ കല്യാണം, നമ്മുടെ നേതാവിന്റെ വീട്ടിലെ സൽക്കാര, നമ്മുടെ നേതാവിന്റെ വീടിന്റെ കുടിയിരിക്കല, അതുകൊണ്ട് നേരത്തെ പോകണം. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ ക്ഷണം കേട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംവത്സരങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി ഊഷരമായ മരുഭൂമിയിൽ വെച്ച് വിളിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ആ വിളി കേട്ടുകൊണ്ട് ഞങ്ങളിതാ റബ്ബേ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് പറഞ്ഞതുപോലെ കാൽനടയായിട്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും മലമ്പാതകൾ താണ്ടിയും ദുർഘടമായ വഴികൾ താണ്ടി ഇന്ന് ഞാൻ പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ഒരു ആഫ്രിക്കക്കാരനായ സഹോദരൻ, അദ്ദേഹമാണ് എന്റെ അടുത്ത് വന്നിരുന്നത്. ഞങ്ങളുടെ ചെരുപ്പ് ഇങ്ങനെ ഊരിയിട്ട് സുജൂദ് ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ആ ചെരുപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ആഫ്രിക്കക്കാരൻ സുഹൃത്ത് അദ്ദേഹത്തിന്റെ അവായി ചെരുപ്പ് അത് ഊരി വെച്ചപ്പോ കൂടെ അവിടെ അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ആ ചെരുപ്പിലേക്ക് ഒന്ന് നോക്കി. ആ ചെരുപ്പിന്റെ മടപ്പിന്റെ ഭാഗത്ത് ഓട്ടയായിട്ടുണ്ട്. നടന്ന് ഓട്ടയായ ചെരുപ്പാണ്, ഒരു ഹവായി ചെരുപ്പായിട്ട് അദ്ദേഹം അവിടെ വെച്ചത്. ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നവരൊക്കെ ആ ചെരുപ്പിലേക്ക് ഒന്ന് നോക്കി. പോകാൻ നേരത്ത് ഒരാള്, ആ ചെറുപ്പക്കാരൻ ആ ചെരുപ്പം എടുത്തു പോകുമ്പോ എന്തോ കയ്യിൽ കരുതിയ നോട്ടിന്റെ ഒരു ചെറിയ ചുരുള് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോ നന്ദിയോടുകൂടി സലാം പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അത് വാങ്ങാതെ നടന്നുപോയി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആരാണ് ഹജ്ജിന് വരിക എന്ന് അന്ന് ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട്. ഇബ്രാഹിമെ, ഹജ്ജിന് വേണ്ടി നീ ജനങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നീ വിളിച്ചാൽ അവരെങ്ങനെയാണ് വരിക? വലിയ 5 സ്റ്റാർ സൗകര്യങ്ങളോടുകൂടി ആഡംബര വാഹനങ്ങളിൽ ധനികരായിട്ട് വരുമെന്നല്ല പറഞ്ഞത്, കാൽനട യാത്രക്കാരായിട്ട് അവർ വരും, നടന്നു വരും. അതുപോലെ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ട് അവർ വരും. മലമ്പാതകൾ താണ്ടി, ദുർഘടമായ മലമ്പാതകൾ താണ്ടി അവരിവിടെ വരും എന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ സത്യത്തിൽ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളെ നമ്മളത് കണ്ണു തുറന്ന് കാണണം. അവർ മുഴുവനും പണക്കാരല്ല, അവർ മുഴുവനും കോടീശ്വരന്മാരല്ല. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോഴും ഒരു ഹജ്ജ് നിർവഹിക്കുക എന്ന വലിയ നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് കടന്നു വരുന്ന ആ ആളുകൾ അല്ലാഹുവിന്റെ അതിഥികളാണ്.
അള്ളാഹു വിളിച്ചിട്ട് വരുന്നവരാണ്. ആ അള്ളാഹുവിന്റെ അതിഥികൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നതിനേക്കാൾ പവിത്രമായ എന്തൊരു ദൗത്യമാണ് സഹോദര ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു തമാശയായിട്ട്, ഒരു ലളിതമായിട്ട് ഈ പ്രവർത്തനത്തെ കാണരുത്. എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വോളണ്ടിയർ ആയിരിക്കാൻ ഒരു പക്ഷേ സാധിക്കുകയില്ല. മക്കയിലോ ജിദ്ദയിലോ KMCCയുടെ പ്രവർത്തകന്മാർക്ക് മാത്രം ലഭിക്കുന്ന അപൂർവമായ ഭാഗ്യങ്ങളിലൊന്നാണ് ഈ അള്ളാഹുവിന്റെ അതിഥികളെ അവർക്ക് സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം. അടുത്ത കൊല്ലം നിങ്ങൾ മക്കയിലില്ലെങ്കിൽ, നിങ്ങൾ ജിദ്ദയിലില്ലെങ്കിൽ, നിങ്ങൾ പ്രവാസത്തിന്റെ മറ്റേതെങ്കിലും ലോകത്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടുകളിലാണെങ്കിൽ, അടുത്ത കൊല്ലത്തിന്റെ ഹജ്ജിന്റെ തീയതി വരുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു തേങ്ങലായി, ഒരു വേദനയായി ഈ ഹാളുണ്ടാവും, ഈ യോഗമുണ്ടാകും, വരും ദിവസങ്ങളിലെ KMCCയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആവുന്ന കാലത്ത്, കഴിയുന്ന സമയത്ത്, പറ്റുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങളും, ഓരോ തുള്ളി വിയർപ്പുകളും സത്യമായിട്ടും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾക്ക് അനുകൂലമായി നമുക്ക് സ്വർഗം നൽകുവാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കുമെന്നത് മറക്കാതിരിക്കുക. അതുകൊണ്ട് ഒരു തമാശയുടെ മാനസികാവസ്ഥ വെടിഞ്ഞ്, ഒരാഘോഷത്തിന്റെ മാനസികാവസ്ഥ വെടിഞ്ഞ്, എന്റെ ജീവിതത്തില് ഒരുപക്ഷെ എന്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ ഒരു ദൗത്യത്തിന്റെ നിർവഹണത്തിനാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന പരിപൂർണമായ ബോധ്യത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറങ്ങി വരിക. നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ വീടുകളിൽ, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് നാടുകളിൽ. അവർക്കൊക്കെ ആഗ്രഹമുണ്ട് നാളെ ഒരു ഹജ്ജ് നിർവഹിക്കാൻ. അവരൊക്കെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വരുമ്പോ അവർക്ക് കൈപിടിച്ചു കൊടുക്കാൻ, അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, അവരുടെ ഉന്തുവണ്ടി ഒന്ന് തള്ളിക്കൊടുക്കാൻ, അവർക്കൊരു കുപ്പിയിൽ വെള്ളം കൊടുക്കാൻ. വായിച്ചിട്ട് ഒരു കുപ്പിയിൽ വെള്ളം കൊടുത്തിട്ട് ആ കുപ്പിയുടെ അടപ്പൊന്ന് തുറക്കാൻ കഴിയാതെ വിറച്ചു നിൽക്കുന്ന ഒരു വയോധികനായ മനുഷ്യന്റെ മുമ്പിലെത്തിയിട്ട് ആ കുപ്പിയുടെ അടപ്പ് തുറന്നു കൊടുത്തിട്ട് അയാളെ വായിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു KMCC വളണ്ടിയറെ ഹജ്ജിന്റെ ചൂടിൽ മിനായിൽ കണ്ടതായിട്ട് എന്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ നാളെ നമ്മുടെ മാതാപിതാക്കളുടെ